ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മലയാള സിനിമയിലെ, അതായത് കഴിഞ്ഞ ജൂലൈ മാസത്തിലെ മലയാള സിനിമകളുടെ പട്ടിക പരിശോധിച്ച ശേഷം അതിൽ വിജയിച്ച സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ എല്ലാ സിനിമകളും പരാജയമായിരുന്നു. അത് സംബന്ധമായ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം അന്യഭാഷയിൽ നിന്ന്, അതായത് തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി വളരെ മികച്ച വിജയം നേടിയെടുത്ത ചില സിനിമകളുണ്ട്. അതിൽ പല സിനിമകളും ഇപ്പോഴും മികച്ച കളക്ഷനുമായി ഓടിക്കൊണ്ടിരിക്കുകയുമാണ്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ ധമാൽ 4 എന്ന ബോളിവുഡ് സിനിമ ഇപ്പോഴും നല്ല കളക്ഷനുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. അജയ് ദേവഗൺ നായകനായി ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർഷാദ് വാഴ്സി, റിതേഷ് ദേശ്മുഖ്, ജാവേദ് ജാഫേരി, രവി കിഷൻ, സഞ്ജയ് മിശ്ര, അഞ്ജലി ആനന്ദ്, സഞ്ജീത ഷെയ്ഖ് എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെ 25 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 18,45,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്, 45,97,00,000 രൂപ. ദില്ലിയിൽ 28,53,00,000 രൂപയും ഉത്തർപ്രദേശിൽ 18,20,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ 9,06,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 9,79,00,000 രൂപയും തെലങ്കാനയിൽ 4,89,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ആന്ധ്രയിൽ 85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അതേസമയം തമിഴ്നാട്ടിൽ 1,06,00,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 198,63,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $2.36 മില്യൺ, അതായത് 22,82,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 25 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസായി 221,45,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. സിനിമയ്ക്ക് ഇന്ത്യൻ ഷെയറായി കിട്ടിയിരിക്കുന്നത് 88,75,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി 99,33,00,000 രൂപയും കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് 135 കോടി രൂപയാണ്. എന്നാൽ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 81 കോടി രൂപയ്ക്കാണ്. അതായത് സിനിമയ്ക്ക് ലാഭമായി കിട്ടിയിരിക്കുന്നത് 18,33,00,000 രൂപയാണ്. അടുത്ത കാലത്ത് ബോളിവുഡിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മറ്റൊരു സിനിമയാണ് വെൽക്കം ടു ദി ജംഗിൾ. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, പരേഷ് റാവൽ, ദിശ പട്ടാനി, ജാക്വലിൻ ഫെർണാണ്ടസ്, അർഷാദ് വാഴ്സി, ജാക്കി ഷറഫ്, രവീണ ടണ്ടൻ എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. ഈ സിനിമ കേരളത്തിൽ 22 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ദില്ലിയിൽ 25,06,00,000 രൂപയും മഹാരാഷ്ട്രയിൽ 32,07,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 9,10,00,000, തെലങ്കാനയിൽ 4,39,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 165 കോടി രൂപയാണ്. വിദേശത്ത് നിന്ന് 35,15,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 200,34,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തത്. സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി 92,25,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 80 കോടി രൂപയ്ക്കാണ്. നിലവിൽ തിയേറ്ററിക്കൽ പ്രോഫിറ്റായിട്ട് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 12 കോടി രൂപയാണ്. തെലുങ്കിൽ സമീപകാലത്ത് ഏറ്റവും മികച്ച വിജയം നേടിയെടുത്ത സിനിമ മാ ഇന്ദി ബംഗാരമാണ്. BB നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സാമന്ത, ഗുൽഷൻ ദേവയ്യ, ദിഗന്ത് മഞ്ചാലെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ തെലങ്കാനയിൽ 32,43,00,000 രൂപയും ആന്ധ്രയിൽ 24,92,00,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ തെലുങ്ക് കളക്ഷനായി മാത്രം ഈ സിനിമ 57,35,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ത്യൻ ഗ്രോസായി 78,31,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വിദേശത്ത് $2.50 മില്യൺ, അതായത് 23,83,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 102,14,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത്. 29 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയത് 47,38,00,000 രൂപയാണ്. തിയേറ്റർ പ്രോഫിറ്റായിട്ട് സിനിമയ്ക്ക് കിട്ടിയത് 18,38,00,000 രൂപയാണ്. തെലുങ്കിൽ സമീപകാലത്ത് ഏറ്റവും മികച്ച വിജയം നേടിയെടുത്ത മറ്റൊരു സിനിമ ലെനിൻ ആണ്. മുരളി കിഷോർ അബൂര് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഖിൽ അഗ്നേനി, ഭാഗ്യശ്രീ ബോൾസെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആന്ധ്രയിൽ 31 കോടി രൂപയും തെലങ്കാനയിൽ 28 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെലുങ്ക് കളക്ഷനായി മാത്രം 59 കോടി രൂപയാണ് നേടിയെടുത്തത്. കർണാടകയിൽ 6,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 59,50,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 67 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. വിദേശത്ത് നിന്ന് 10,66,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 77,66,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം സിനിമയുടെ ഒഫീഷ്യൽ 100 കോടി പോസ്റ്റർ പുറത്തു വന്നിരുന്നു. സിനിമയ്ക്ക് വേൾഡ് വൈഡ് തിയേറ്റർ ഷെയറായി കിട്ടിയിരിക്കുന്നത് 36,17,00,000 രൂപയാണ്. 24,80,00,000 ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് 11,37,00,000 രൂപ തിയേറ്റർ ലാഭമായി കിട്ടിയിട്ടുണ്ട്. തെലുങ്കിൽ ക്ലീൻ ഹിറ്റ് വിജയം നേടിയ മറ്റൊരു സിനിമ ചെന്നൈ ലവ് സ്റ്റോറിയാണ്. രവി നമ്പൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കിരൺ അബ്ബാവാരം, ഗൗരി പ്രിയ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമ 12 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 44,30,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസായി 52 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ 50 കോടി പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട്. ഇതയം മുരളി എന്ന തമിഴ് സിനിമ തിയേറ്ററിലെത്തിയത് ജൂലൈ 10 ആകാശ് ഭാസ്കരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഥർവ, പ്രീതി മുകുന്ദൻ, കയാദ് ലോഹർ, ഫഹദ് വാസിൽ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ തമിഴ്നാട്ടിൽ 21,06,00,000 രൂപയും കർണാടകയിൽ 2,08,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തെലങ്കാനയിൽ 1,13,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രയിൽ 65 ലക്ഷം, കേരളത്തിൽ 31 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 25,36,00,000 രൂപയാണ് കളക്ട് ചെയ്തത്.
വിദേശത്ത് 5 കോടി 21 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തത് 30 കോടി 57 ലക്ഷം രൂപയായിരുന്നു. 25 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 14 കോടി രൂപയ്ക്കാണ്. 14 കോടി 90 ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിട്ടുണ്ട്. ജൂലൈ 3 തിയേറ്ററിലെത്തി സമീപകാലത്ത് ഏറ്റവും മികച്ച വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ചെല്ല അയ്യാവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി, യോഗി ബാബു, കരുണാസ്, മുനീഷ് കാന്ത് എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ തമിഴ്നാട്ടിൽ 43 കോടി 30 ലക്ഷം രൂപയും കർണാടകയിൽ 2 കോടി 70 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കളക്ട് ചെയ്തത് 1 കോടി 3 ലക്ഷം രൂപയായിരുന്നു. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 11 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 9 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 47 കോടി 23 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. വിദേശത്ത് $8,19,000, അതായത് 7 കോടി 80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തത് 55 കോടി 3 ലക്ഷം രൂപയായിരുന്നു. 14 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയത് 25 കോടി 46 ലക്ഷം രൂപയാണ്. തിയേറ്ററിക്കൽ പ്രോഫിറ്റായിട്ട് 11 കോടി 46 ലക്ഷം രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ഹിന്ദി, തെലുങ്ക്, തമിഴ് എന്നിങ്ങനെ വിജയിച്ച സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.